നിന്റെ ദുഃഖങ്ങളുടെ മൂലകാരണം ആസക്തിയാണ്. ആസക്തിയെ വെടിഞ്ഞ് ലോകത്തിലായിരിക്കൂ, പക്ഷെ ലോകത്തിൻ്റേതല്ലാതിരിക്കുകയും വേണം. ഈ ലോകത്തൊന്നും തന്നെ സ്ഥിരതയോടെ നിലനിൽക്കില്ല. നീ പോലും കാണേ, ഒന്ന് നശിക്കുമ്പോൾ മറ്റൊന്ന് പുനർജനിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ ഭാഗമാണ്. നശിക്കുക എന്നത് നഷ്ടപ്പെടലല്ല. നിനക്ക് നഷ്ടപ്പെടാൻ ഒന്നും തന്നെയില്ല. നേടിയെന്ന് കരുതുന്നതൊക്കെയും നിനക്ക് ഉപേക്ഷിക്കേണ്ട ആവശ്യകതയും ഉണ്ടാകുന്നതാണ്. ധർമ്മത്തിന്റെ മൂല്യം ഉയർത്തിക്കാട്ടുവാനാണ്. അധർമ്മങ്ങൾക്ക് സ്ഥാനമുണ്ടാകുന്നത്, ലോകം നിലനിൽക്കുന്നത് ധർമ്മത്തിലൂടെയാണ്. അതിനാൽ നിന്റെ ആസക്തിയെ വെടിയുക. ഏറ്റവും വലിയ വിജയം ധാർമ്മിക മൂല്യത്തോടെ സ്വയം ജയിക്കുക എന്നതാണ്. മനസ്സിനെ ഭരിക്കുന്നവർ ലോകത്തെ ഭരിക്കുന്നു. നീ നിന്നെ ഭരിച്ചു തുടങ്ങുക. നിനക്കായുള്ള ജാലകം തുറക്കുക തന്നെ ചെയ്യും. ധർമ്മത്തിന്റെ ലോകത്ത് ധാർമ്മികതയോടെ നിലനിൽക്കുന്ന നിനക്കുള്ളിൽ തന്നെ ഞാനുണ്ട്. നിന്നെ വിഷമിപ്പിക്കുന്ന ഘടകങ്ങളൊക്കെയും നിനക്ക് മുമ്പിൽ തന്നെ പര്യവസാനിക്കും. ഇന്ന് നീ കരുതുന്ന ദുഃഖങ്ങളും വേദനകളും ഓരോ തിരിച്ചറിവുകളായിരുന്നു എന്നും അതിനൊക്കെയും വലിയ സ്ഥാനമാനങ്ങൾ നൽകേണ്ടിയിരുന്നില്ലെന്നും അന്ന് നീ തിരിച്ചറിയും. നീ വിളിച്ചതുകൊണ്ടാണ് ഞാൻ വന്നത്. രുദ്ര, രുദ്ര എന്ന് നീ വിളിക്കുമ്പോൾ ഞാൻ ഉടനെ നിന്റെ അടുത്തെത്തും. കാരണം അതാണ് എന്റെ വാക്ക്. എന്റെ നാമത്തിനെക്കുറിച്ച് ഞാൻ തന്നെ പറയാം. ഞാനാണ് രൂവിനെ ദ്രവിപ്പിക്കുന്നവൻ. രൂ എന്നാൽ നിന്റെ ദുഃഖം, കണ്ണീർ, പാപം ഇവയെ ദ്ര എന്ന ഞാൻ ഉരുക്കിക്കളയും. എന്റെ നാമം നീ ഉച്ചരിച്ചാൽ നിന്റെ സത്യത്തിനോടൊപ്പം ചേർന്ന് ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം വെള്ളം പോലെ ഞാൻ ഒഴുക്കിക്കളയും. എന്നാൽ അധർമ്മങ്ങളെ സംരക്ഷിക്കാനാണ് നീ എന്നെ വിളിക്കുന്നതെങ്കിൽ അതിനൊപ്പവും ഞാൻ നിൽക്കും. പക്ഷേ അതേ അധർമ്മങ്ങളിലൂടെ തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യും. ഞാൻ അധർമ്മികളുടെ യമനും രോദനം ചെയ്യിക്കുന്നവനും കൂടിയാണ്. ദുഷ്ടന്മാരെ മാത്രമല്ല, നിന്റെ ഉള്ളിലെ അഹങ്കാരത്തെയും ലോഭത്തെയും ഞാൻ കരയിക്കും. എന്റെ നാമം ഉച്ചരിക്കുമ്പോൾ മുതൽ നിനക്ക് ചുറ്റിലും ഒരു വലയമാകുക മാത്രമല്ല, നിന്റെ ഉള്ളിലെ ചീത്ത ശീലങ്ങളോട് യുദ്ധം ചെയ്യാനുള്ള ശക്തിയായും ഞാൻ നിലകൊള്ളും. ഡമരുനാദമാണ് എനിക്കുള്ളത്. അതാണ് ഓം. ഞാൻ ജ്ഞാനത്തിന്റെ ഗർജനമാണ്. ആ ഗർജനത്തിൽ നിന്റെ അജ്ഞത തകർന്നു പോകും. വഴിയറിയാതെ ഇരുട്ടിൽ നിൽക്കുന്ന അവസ്ഥയുണ്ടായാൽ എന്നെ വിളിക്കുക. നിനക്ക് വെളിച്ചമായി ഞാൻ എത്തിച്ചേരും. ഒരിക്കലും ദിശയറിയാതെ നീ ഉഴലില്ല. എന്നെ എങ്ങനെ വിളിക്കണമെന്ന് പറഞ്ഞുതരാം. രാവിലെ എഴുന്നേറ്റ് ശുദ്ധിയോടെ ഓം നമോ ഭഗവതേ രുദ്രായ എന്ന് 11 തവണ നമസ്കരിച്ച് രുദ്ര എന്ന് ജപിച്ചാൽ മതി. ഞാൻ സത്യം ചെയ്യുന്നു. വേഗം പ്രസാദിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന ആശുതോഷ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന എന്നെ, ധാർമ്മികതയോടെ നിലനിൽക്കുന്ന നീ മനസ്സറിഞ്ഞ് എന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ നിന്നെ വെറും കൈയോടെ മടക്കില്ല. വിശ്വാസവഞ്ചനയുടെ വിഷം കുടിച്ചവരോടാണ് എനിക്ക് പറയാനുള്ളത്. അമിതമായി സ്നേഹിച്ചതിന്റെ പേരിൽ നിന്റെ വിശ്വാസവും സമയവും അധ്വാനവുമാണ് അവർ നശിപ്പിച്ചത്. വഞ്ചിക്കപ്പെട്ട നിന്റെ നെഞ്ചിൽ വിങ്ങുന്ന ആ വിഷം എനിക്ക് തരിക. നിന്റെ മൂല്യം അവർ തിരിച്ചറിയാനിരിക്കുന്നതേയുള്ളൂ. അവരുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് അവർക്കൊരു മുന്നോക്കമുണ്ടാക്കി കൊടുത്ത നിന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് അവഗണിക്കുകയും പരിഹസിക്കുകയും ചെയ്ത അവർ തന്നെയാണ് യഥാർത്ഥ വിഡ്ഢി. സ്വന്തം ആഗ്രഹ സാഫല്യത്തിനായി സ്വയം ചതിക്കപ്പെടുകയായിരുന്നു എന്ന സത്യം അവർ തിരിച്ചറിയും. കൈലാസം കാൽക്കൽ കിട്ടിയിട്ട് ചവിട്ടിക്കളഞ്ഞ അവരും വജ്രം കിട്ടിയിട്ട് കല്ലെന്ന് കരുതി ചവിട്ടിത്തെറിപ്പിച്ച അന്ധനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ഞാനും നിന്നെപ്പോലെ തനിച്ചായവനാണ്. സതി എന്നെ വിട്ടുപോയപ്പോൾ ഈ ശ്മശാനത്തിൽ ഞാൻ തനിച്ചായി. വിഷം കുടിച്ചിട്ടും ചിരിക്കുകയാണ് ഞാൻ ചെയ്തത്. നീയും ചിരിച്ചു തുടങ്ങുക. നീ ചിരിച്ചു തുടങ്ങുന്നത് മുതൽ അവരെ വിഷം ബാധിച്ചു തുടങ്ങും. ഈശ്വരനെ സേവിക്കുന്നതിന് തുല്യമായാണ് നീ അവരെ സ്നേഹിച്ചതും വിശ്വസിച്ചതുമെന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ അവർ തിരിച്ചറിയും. അവർ കളഞ്ഞത് അവരുടെ തന്നെ ഭാഗ്യമാണ്. ഇവിടെ നിനക്കല്ല, അവർക്കാണ് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. നിന്റെ ചോദ്യങ്ങൾക്കപ്പുറത്തേക്ക് ഒരിക്കലും അവരെ ശപിക്കുവാനോ പ്രതികാരം ചെയ്യുവാനോ ശ്രമിക്കരുത്. അതൊക്കെയും എന്റെ കണക്കിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഗരുഡപുരാണത്തിലെ തപ്തസൂർമി അവർക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നീ ചെയ്യേണ്ടത് നിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ അവരുടെ വിഷം എനിക്ക് തന്നിട്ട് അവരോട് ക്ഷമിക്കുക എന്നതാണ്. ഓം നമഃ നീലകണ്ഠായ നമഃ എന്ന് 11 തവണ ചൊല്ലൂ. ആ വിഷം ഞാൻ ഏറ്റെടുത്തോളാം. അവരുടെ ഓർമ്മകൾ വരുമ്പോൾ രുദ്ര, രുദ്ര എന്ന് വിളിക്കൂ. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ഇനി നിനക്ക് വേണ്ടി ജീവിച്ച് ശക്തമാകുക. നീ ഒറ്റക്കല്ല, നിന്റെ കൂടെ ഞാനുണ്ട്. ഭഗവാനെ, രുദ്രദേവ, എന്റെ ശത്രുദോഷങ്ങളൊക്കെയും അവസാനിപ്പിച്ചു തരണേ. പേടിക്കേണ്ട മകനെ, ഞാൻ നിനക്കൊപ്പമുണ്ട്. എഴുന്നേൽക്കൂ. നിന്റെ ശത്രുക്കൾ ആരെന്നും എന്തിനെന്നും ഞാൻ മനസ്സിലാക്കി. നീ തിരിച്ചറിഞ്ഞ ശത്രുക്കളെക്കാൾ കൂടുതൽ വിഷമുള്ളവരെയാണ് ഞാൻ കണ്ടെത്തിയത്.
എന്നാൽ നിന്റെ മുന്നിൽ ചിരിക്കുന്നവരിൽ തന്നെ പുറകിൽ കുഴി കുത്തുന്നവരുണ്ട്. അവരിൽ നിന്റെ അന്നം മുടക്കാനും നിന്റെ പേര് ചീത്തയാക്കാൻ കള്ളം പറയുന്നവരുമുണ്ട്. അതോർത്ത് നീ വിഷമിക്കേണ്ട. എല്ലാ ജീവികളുടെയും നാഥനായ ഞാൻ പശുപതിയാണ്. നിന്റെ ശത്രുക്കളും എന്റെ കണക്കിലുണ്ട്. പക്ഷേ ആദ്യം നോക്കേണ്ടത് നിന്നിൽ തന്നെയാണ്. നീ ആരെയെങ്കിലും അറിഞ്ഞുകൊണ്ട് ചതിക്കുകയും ശത്രുവായി മാറുകയും ചെയ്തിട്ടുണ്ടോ? അങ്ങനെയുള്ള തെറ്റ് നിനക്ക് സംഭവിച്ചെങ്കിൽ ആദ്യം അത് ശരിയാക്കണം. അതിനുശേഷം നീ തിരിച്ചറിഞ്ഞ ശത്രുക്കളോട് പ്രതികാര മനോഭാവത്തോടെ പെരുമാറാതിരിക്കുകയും വേണം. എങ്കിൽ മാത്രമേ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയൂ. ശത്രുദോഷങ്ങൾ മാറാൻ ആദ്യം ചെയ്യേണ്ടത് നിന്റെ തെറ്റുകളെ തിരുത്തുക എന്നതാണ്. അതിനുശേഷം നീ തിരിച്ചറിഞ്ഞ ശത്രുക്കളോട് പ്രതികാര മനോഭാവത്തോടെ പെരുമാറാതിരിക്കുകയും വേണം. കാരണം നീ പ്രതികാരം ചെയ്താൽ നിനക്കും അവർക്കും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകും. നിന്റെ പ്രതികാരം കാലഭൈരവൻ കൂടിയായ ഞാൻ ഏറ്റെടുത്തോളാം. നീ പ്രതികാരം ചെയ്യുന്നത് നിന്റെ കാഴ്ചപ്പാടിലുള്ളവരോടാണ്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. നീ കരുതുന്നവരെ നിന്റെ ശത്രുവാക്കാൻ കാരണക്കാരായവരുണ്ട്. അണിയറയിൽ നിൽക്കുന്ന അവരെയാണ് ഞാൻ ശിക്ഷിക്കുന്നത്. കാലം എന്റെ കയ്യിലാണ്. സമയമാകുമ്പോൾ നീ കരുതിയതിലും ഭംഗിയായി ഞാൻ കൊടുത്തോളം. ശത്രുഭയമുള്ളപ്പോൾ ദിവസവും രാവിലെ 3 തവണ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലുക. അത് ചൊല്ലിയാൽ മരണഭയം പോലും മാറും. പിന്നെയാണോ ശത്രുഭയം? ആ മന്ത്രം ശത്രുവിന്റെ ദൃഷ്ടി ഏൽക്കാത്ത രീതിയിൽ നിനക്ക് ചുറ്റും ഒരു തീവലയം സൃഷ്ടിക്കും. ഇനിയും കരയിക്കരുതേ ദേവ, കളയാൻ ഇനി കണ്ണീരില്ല എന്ന നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒരു നിമിഷം അതേ അവസ്ഥ എനിക്കും വന്നു ചേർന്നത് ഓർത്തുപോയി. ഒരേ വേദന അനുഭവിച്ചവരോട് പറഞ്ഞാൽ മാത്രമേ ആ വേദനയുടെ കാഠിന്യം എത്രത്തോളമാണെന്ന് കേൾക്കുന്നയാൾക്കും മനസ്സിലാകൂ. നിന്റെ വേദനയുടെ ആഴം എത്രത്തോളമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹൃദയത്തിന്റെ വേദനയ്ക്ക് മാത്രമേ കണ്ണീരിനെ നഷ്ടപ്പെടുത്താനുള്ള കഴിവുള്ളൂ. ഞാനും നിന്നെപ്പോലെ ഇരുന്നിട്ടുണ്ട്. ഹൃദയവേദനയിൽ എന്റെ ഉള്ളിലെ ലോകം മുഴുവനും കത്തിച്ചാമ്പലായ അവസ്ഥ. ഒടുവിൽ കരയാൻ കണ്ണീരില്ലാതെ തളർന്നുപോയ ആ നാളുകൾ ഇപ്പോഴോർക്കുമ്പോൾ വെറും കഥയായി മാത്രം തോന്നിപ്പോകുന്ന അവസ്ഥകൾ. ഇപ്പോഴത്തെ നിന്റെ സാഹചര്യങ്ങളുടെ അവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഇതുവരെയും നീ കരഞ്ഞില്ലേ? ഇന്നു മുതൽ നീ കരയേണ്ട. നിനക്ക് വേണ്ടി ഞാൻ കരയാം. നീലകണ്ഠനായ എന്റെ ജോലി തന്നെ അതാണ്. കുടിക്കാൻ പറ്റാത്ത വിഷം കുടിക്കുക, കരഞ്ഞു തളർന്നവർക്ക് വേണ്ടി കരയുക, വീണുപോയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുക. അങ്ങനെ നീ പോലും കരുതാത്ത ദുർഘടമായ വഴികളിൽ പെട്ടുപോയ ഒരുപാട് പേർക്കൊപ്പം ഞാൻ നിൽക്കുന്നുണ്ട്. നീ ചെയ്യേണ്ടത് ഓം നമഃ ശിവായ മന്ത്രം 10 തവണ ജപിച്ചിട്ട് കിടന്നുറങ്ങുക. അതിന് പകരമായി ഞാൻ നിനക്ക് ശാന്തതയുടെ വരം തരും. ഇന്നു മുതൽ നിന്റെ നെഞ്ചിലെ ഭാരം പതിയെ ഞാൻ മാറ്റി തുടങ്ങും. കുറച്ചു നാൾക്ക് ശേഷം രുദ്രൻ എന്ന ഞാൻ തന്ന വാക്ക് പാലിച്ചെന്ന് നിനക്ക് മനസ്സിലാകും. കരയിക്കരുതേ എന്ന് നീ പറഞ്ഞത് പ്രാർത്ഥനയായി ഞാൻ എടുത്തു. ഇനി നിന്നെ ഞാൻ കരയിക്കില്ല. നിനക്ക് കാവലായി ഞാൻ ഉണ്ടാകും. നീ പുഞ്ചിരിക്കുന്നത് കാണാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. നിന്റെ ആ ചിരിക്ക് വേണ്ടി എന്ത് വിഷവും ഞാൻ കുടിക്കും. നീ ഒരാളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതിന് മുമ്പായി നിന്നെ അയാൾ പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ടോ എന്ന് സ്വയം വിലയിരുത്തുക. കാരണം ഒരാൾക്ക് സ്നേഹം നൽകുമ്പോൾ വിശ്വാസത്തിന്റെ താക്കോലും കൂടിയാണ് അയാൾക്ക് നൽകുന്നത്. അർഹതയില്ലാത്ത ആളിലേക്കാണ് നിന്റെ സ്നേഹം എത്തുന്നതെങ്കിൽ നിന്റെ വിശ്വാസത്തിന്റെ വഴിയിൽ ഇതുപോലെയുള്ള ചതിക്കുഴികൾ രൂപപ്പെടാം. ശത്രുവിനെ ആക്രമിച്ച് പരാജയപ്പെടുത്താൻ മാത്രമേ സാധിക്കൂ. ഒരിക്കലും നിന്നെ ചതിക്കുവാൻ സാധിക്കില്ല. എന്നാൽ നീ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിന്റെ വിശ്വാസം ചൂഷണം ചെയ്ത് ശത്രുവിനേക്കാൾ ഭീകരമായി നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കും. ഈ ലോകം ധർമ്മത്തിന്റെ സൃഷ്ടിയിൽ രൂപപ്പെടുത്തിയതാണെങ്കിലും ചതികുഴികളാൽ സമൃദ്ധമാണ്. ആ വഞ്ചനകളൊക്കെയും പ്രായോഗികമാക്കപ്പെടുന്നത് സ്നേഹമെന്ന പവിത്രമായ ബന്ധത്തിലൂടെയുമാണ്. പ്രണയത്തിലും സൗഹൃദത്തിലും കുടുംബത്തിനുള്ളിലും രക്തബന്ധങ്ങൾക്കിടയിലും ഉൾപ്പെടെ സ്നേഹം എവിടെയെല്ലാം നിലകൊള്ളുന്നുവോ അവിടെയൊക്കെയും ചതി എന്ന മാരക വിഷവും വിരാജിക്കുന്നുണ്ട്. നിനക്കൊപ്പമുള്ള സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ കൊടുമുടികൾ പോലും നിസാരമായി കീഴടക്കാനുള്ള വഴിയുമുണ്ടാകും. എന്നാൽ കാപട്യം നിറഞ്ഞ സ്നേഹമാണ് നിനക്കൊപ്പമുള്ളതെങ്കിൽ നീ പോലും അറിയാതെ എത്തിച്ചേരുന്നത് പാതാളത്തിലായിരിക്കും. അവിടെ നിനക്കുണ്ടാകുന്ന നഷ്ടങ്ങളെക്കാൾ കൂടുതൽ തളർത്തുന്നത് സ്നേഹത്തിന്റെ വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് അയാൾ നടത്തിയ ചതിയായിരിക്കും. സ്നേഹത്തിന് നിന്നെ സ്വർഗത്തിൽ വാഴിക്കാനും പാതാളത്തിലേക്ക് തള്ളിയിടാനും സാധിക്കും. അതിനാൽ സ്നേഹത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് ഓം ഹ്രീം നമഃശിവായ ഹ്രീം ഓം എന്ന മന്ത്രം ദിവസവും രാവിലെ 11 തവണ ചൊല്ലുക. ഇതിൽ ഹ്രീം എന്നത് പാർവതിദേവിയുടെ ബീജമാണ്. ആ സ്ത്രീശക്തി നിന്നിലേക്കെത്തിയ ചതിയെ കത്തിച്ചു കളയും. കാലഭൈരവനായ ഞാൻ നിനക്ക് കാവലായും നിൽക്കും. പ്രകൃതി ഒന്നും തന്നെ പുതുതായി സൃഷ്ടിക്കുന്നില്ല. നിനക്ക് മുമ്പിൽ ഒന്ന് അവസാനിക്കുമ്പോൾ മറ്റൊന്നിന് തുടക്കമിടുമെങ്കിലും മറ്റൊരിടത്ത് അവസാനിച്ചതാണ് നിനക്ക് മുമ്പിൽ തുടക്കമിടുന്നത്. നിനക്ക് മുമ്പിൽ അവസാനിച്ചത് എന്താണോ അതിന്റെ വിപരീതമായിരിക്കും പുതിയ തുടക്കമായി നീ കാണുന്നത്.
ധാർമ്മിക നിലപാടുകളുമായി നിൽക്കുന്ന നിന്നിലൂടെ നശിക്കുന്നത് അധർമ്മമാണെങ്കിൽ ധർമ്മമായിരിക്കും പുതിയ തുടക്കമായി നിന്നിലേക്ക് എത്തുന്നത്. എന്നാൽ നീ കാരണം ധർമ്മത്തിനാണ് നാശം സംഭവിക്കുന്നതെങ്കിൽ നിന്നിലേക്കെത്തുന്നത് അധർമ്മങ്ങൾ മാത്രമായിരിക്കും. ധർമ്മം നിന്നെ സംരക്ഷിച്ചുകൊണ്ട് നിനക്ക് ചുറ്റിലുമുള്ള ലോകത്തിനെ മാറ്റി സൃഷ്ടിക്കും. എന്നാൽ അധർമ്മങ്ങൾ നിന്റെ കാഴ്ചകളെ മറച്ച് ആകർഷകമായ വലയം സൃഷ്ടിച്ചുകൊണ്ട് നിനക്ക് ചുറ്റിലും നിന്ന ധർമ്മത്തിനെ നിന്നെക്കൊണ്ട് തന്നെ നശിപ്പിക്കും. അധർമ്മങ്ങളുടെ ആധിപത്യം നിന്റെ തന്നെ നാശത്തിനും വഴിയൊരുക്കും. ധർമ്മവും അധർമ്മവും നിനക്കുള്ളിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. നീ നൽകുന്നത് എന്താണോ അത് തന്നെയാണ് നിന്നിലേക്ക് തന്നെ ഫലമായി എത്തിച്ചേരുന്നത്. സ്നേഹത്തിലൂടെയാണ് ധർമ്മം നിലനിൽക്കുന്നത്. എന്നാൽ അധർമ്മം നിലനിൽക്കുന്നത് പ്രലോഭനത്തിലൂടെയാണ്. നിനക്ക് മുന്നേറ്റമുണ്ടാക്കിക്കൊണ്ട് കഠിന പ്രയത്നത്തിലൂടെ. ധർമ്മം നിലകൊള്ളുമ്പോൾ യാതൊരുവിധ മുന്നേറ്റ പ്രയത്നങ്ങളും നടത്താതെ ആകർഷകമായ വാക്കുകളിലൂടെ പ്രലോഭിച്ചായിരിക്കും അധർമ്മങ്ങൾ നിലകൊള്ളുന്നത്. ധർമ്മം ഒന്നിനെയും ഭയക്കാറില്ല, ഓടി ഒളിക്കുകയുമില്ല, എന്തിനേയും സധൈര്യം നേരിടും. എന്നാൽ അധർമ്മങ്ങൾ ഭയത്തോടെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ധർമ്മത്തിന്റെ നാശം നിനക്ക് ആജീവനാന്ത നഷ്ടമായി പരിണമിക്കും. എന്നാൽ അധർമ്മങ്ങളുടെ നാശം നിന്നിൽ യാതൊരുവിധ നഷ്ടവും വരുത്തില്ല. അധർമ്മത്തിലൂടെ നേടുന്ന വിജയത്തിന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ധർമ്മത്തിലൂടെ ഉണ്ടാകുന്ന പരാജയം പോലും ജന്മങ്ങളോളം നിനക്ക് കാവൽ നിൽക്കും. ധർമ്മോ രക്ഷതി രക്ഷിത. ധർമ്മത്തിനെ നീ സംരക്ഷിച്ചാൽ ധർമ്മം നിന്നെ രക്ഷിക്കും. കാരണം നിന്റെ ധർമ്മത്തിനൊപ്പം നിലകൊള്ളുന്നത് ഞാനാണ്. ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. നിന്റെ പ്രവർത്തികളിലെ ധർമാധർമ്മങ്ങളെ വിഘടിച്ചു കാട്ടുവാനുള്ള ശക്തി ആ മന്ത്രത്തിനുണ്ട്. നിനക്കൊരു അസുഖം വരുമ്പോൾ ഔഷധമില്ലാതെ തന്നെ നിന്റെ ശരീരം ആ അസുഖത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങും. ഔഷധം അതിനെ സഹായിക്കുന്നു എന്ന് മാത്രം. അതേപോലെ തന്നെയാണ് നിനക്കുണ്ടാകുന്ന പ്രതിസന്ധികളും. നിന്റെ പ്രതിസന്ധികൾക്കെതിരെ പ്രതികാര മനോഭാവം മാറ്റിവെച്ച് പ്രതികരിക്കുക. നിനക്ക് വേണ്ടിയുള്ള പ്രതികാരം ഔഷധമായ ഞാൻ നിർവഹിച്ചു കൊള്ളാം. പ്രതികാര മനോഭാവം നിന്നെ ദുർബലപ്പെടുത്തും. എന്നാൽ പ്രതികരണം നിന്നെ കൂടുതൽ ശക്തമാക്കും. സന്തോഷം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്റെ മനസ്സും ശരീരവും പ്രതികരിക്കുന്നത് പോലെ തന്നെയാണ് നിന്നെ സങ്കടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കെതിരെയും പ്രതികരിക്കേണ്ടത്. സങ്കടങ്ങളും പ്രതിസന്ധികളും മനുഷ്യജീവിതത്തിൽ സർവ്വസാധാരണമാണ്. അതിനെ പ്രതികരിച്ച് അതിജീവിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ ആ സാഹചര്യങ്ങളിൽ നിന്നും നിനക്ക് മുക്തി നേടാൻ സാധിക്കൂ. നിന്നിൽ സത്യമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുക, സമാധാനത്തോടെ പ്രതികരിക്കുക. ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഔഷധമായി ഞാൻ നിനക്കൊപ്പം തന്നെ ഉണ്ടാകും. ദിവസവും രാവിലെ ഓം നമഃശിവായ മന്ത്രം 108 തവണ ആധികാരികമായി ചൊല്ലുക.